നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് KR. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി യങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. യാത്രകളിലൂടെ ശ്രദ്ധേയനായ പത്താങ്കൽ സ്വദേശി സൈക്കിൾ സഞ്ചാരി മുഹമ്മദ് അഷ്റഫിനെയാണ് തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിലെ ദുരൂഹത നീക്കാൻ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. തോട്ടുപാലത്തിന് മുകളിൽ നിന്ന് വീണതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പന്നിത്തടം സെന്ററിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും DJ പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചു. അമിത വേഗത്തിലെത്തിയ പിക്കപ്പ് വാൻ ബസ്സിലിടിച്ചതിനെ തുടർന്ന് ഇരു വാഹനങ്ങളും നടുറോഡിൽ മറിഞ്ഞു. പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെ 14 തീർത്ഥാടകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് സിഗ്നൽ സംവിധാനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. വടക്കാഞ്ചേരി നഗരസഭയുടെ ആദ്യ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാഗ്വാദവും ബഹളവും. അത്താണി മാർക്കറ്റ് കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് യോഗത്തിൽ UDF അംഗങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ 13 വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടം പൊളിക്കുന്നതിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്തതോടെയാണ് കൗൺസിൽ ബഹളത്തിൽ മുങ്ങിയത്. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി 1.5 മണിക്കൂറോളം നഗരത്തെ മുൾമുനയിൽ നിർത്തിയ യുവാവിനെതിരെ കേസെടുക്കേണ്ടെന്ന് പോലീസ് തീരുമാനം. കുടുംബ പ്രശ്നങ്ങൾ മൂലമുള്ള മാനസിക സമ്മർദ്ദമാണ് നാടകീയ രംഗങ്ങൾക്ക് പിന്നിലെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കല്ലമ്പാറ സ്വദേശിയായ യുവാവിനെതിരെ മാനുഷിക പരിഗണന മുൻനിർത്തി നടപടികൾ ഒഴിവാക്കിയത്. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് സാഹസികമായാണ് യുവാവിനെ കീഴടക്കിയത്.